എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം. ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക. കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിലും റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ CV അയക്കാൻ ശ്രമിക്കുക. ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല, തികച്ചും സൗജന്യമാണ്. ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ദുബായിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് 3 വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ വേക്കൻസി സിവിൽ സൂപ്പർവൈസറുടെ വേക്കൻസിയാണ്. സ്വിമ്മിംഗ് പൂൾ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗിലുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത്. എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത്. സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ അറിയാവുന്ന ആളായിരിക്കണം. അടുത്ത വേക്കൻസി MEP സൂപ്പർവൈസറുടെ വേക്കൻസിയാണ്. അതും സ്വിമ്മിംഗ് പൂൾ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 2 വേക്കൻസികളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. മിനിമം 10 വർഷത്തിൽ കുറയാതെയുള്ള സ്വിമ്മിംഗ് പൂൾ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് പ്രൊജക്റ്റിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൂടാതെ സൈറ്റ് സൂപ്പർവിഷൻ, പ്രൊജക്ട് കോർഡിനേഷൻ സ്കില്ലെല്ലാം ഉണ്ടായിരിക്കണം. അതുകൂടാതെ എക്സിക്യൂഷൻ, ക്വാളിറ്റി കൺട്രോൾ, ടീം മാനേജ്മെന്റ് ഇതിലുള്ള എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. GCC എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം. താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ID-യിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക. ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നാടൻ കുക്കിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. എല്ലാത്തരം നാടൻ വിഭവങ്ങൾ തയ്യാറാക്കാൻ അറിയാവുന്ന ഒരു അലക്കാട്ട് കുക്കിനെയാണ് നോക്കുന്നത്. അത്യാവശ്യം നല്ല സാലറി പാക്കേജൊക്കെയാണ്. വർക്ക് നന്നായി അറിഞ്ഞിരിക്കണം. അടുത്ത വേക്കൻസി ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് ബർഗറുടെ വേക്കൻസിയാണ്. എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത്. അതുകൂടാതെ നല്ല നാടൻ ചായ തയ്യാറാക്കാൻ അറിയാവുന്ന സ്റ്റാഫുകളുടെ വേക്കൻസി വന്നിട്ടുണ്ട്. അതുകൂടാതെ ലോണ്ടറി എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫിന്റെ വേക്കൻസിയും വന്നിട്ടുണ്ട്. അയണിങ്ങും വാഷിങ്ങും നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. ഗൾഫ് എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർ 056710549 എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഡെയിലിയുള്ള വാക്കിൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ്. അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത്. ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട്. ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത്. ഗൂഗിൾ ആഡ്സ്, മെറ്റ ആഡ്സ്, SEO, സോഷ്യൽ മീഡിയ, ലീഡ് ജനറേഷൻ, ബ്രാൻഡിംഗ് ഇതിലൊക്കെയുള്ള നോളജും എക്സ്പീരിയൻസുമാണ് വേണ്ടത്. ക്യാമ്പയിൻ മാനേജ്മെന്റും അനലിറ്റിക്സ് സ്കില്ലും ഉണ്ടായിരിക്കണം. വർക്ക് ലൊക്കേഷൻ വരുന്നത് ഷാർജയിലാണ്. അത്യാവശ്യം നല്ല സാലറി പാക്കേജ് മറ്റുള്ള ആനുകൂല്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ 054482687 എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക. ദുബായ് അൽഖൂസിലുള്ള പെർഫ്യൂം മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ വേക്കൻസി അക്കൗണ്ടന്റ് വേക്കൻസിയാണ്. ഒരുപാട് പേര് കമന്റ് വഴിയും വാട്സ്ആപ്പ് വഴിയും ചോദിക്കുന്ന വേക്കൻസിയാണ്. വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പേര് അക്കൗണ്ടന്റ് വേക്കൻസിക്ക് കയറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ വഴി. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത്. ഡേ ടു ഡേ അക്കൗണ്ടിംഗ് വർക്കുകളിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം. മാനുഫാക്ചറിംഗ് മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ നല്ല നോളജ് ഉണ്ടായിരിക്കണം. അടുത്ത വേക്കൻസി സ്റ്റോർ കീപ്പറുടെ വേക്കൻസിയാണ്. സ്റ്റോറിലുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ലോജിസ്റ്റിക്സ് ഫീൽഡിലുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി കാർപ്പന്ററുടെയും ഒരു ഇലക്ട്രീഷ്യന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. എല്ലാത്തരം കാർപ്പന്റർ വർക്കുകളും ഇലക്ട്രീഷ്യൻ വർക്കുകളും അറിഞ്ഞിരിക്കണം. സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ അറിയാവുന്ന, ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാവുന്ന സ്റ്റാഫുകളെയാണ് നോക്കുന്നത്. എല്ലാ വേക്കൻസിക്കും എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ID-യിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക. ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് അഡ്മിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണത്. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്താണ് കമ്പനി വരുന്നത്. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളെല്ലാം സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതുകൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സ്, ഡോക്യുമെന്റേഷൻ, സ്റ്റാഫ് ഡ്യൂട്ടി റോസ്റ്റേഴ്സ് ആൻഡ് ഷെഡ്യൂൾസ്, പർച്ചേസ് റിക്വസ്റ്റ്, ഓഫീസ് മാനേജ്
മാനേജ് ഓഫീസ് സപ്ലയേഴ്സ് ഇതൊക്കെയുള്ള എക്സ്പീരിയൻസ് നോളജും ഉണ്ടായിരിക്കണം. അതുകൂടാതെ HR-മായി കോർഡിനേറ്റ് ചെയ്ത് അറ്റൻഡൻസ്, ലീവ്, സ്റ്റാഫ് മാറ്റേഴ്സ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടർ നോളജ് ചോദിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക. ഷാർജയിലും അജ്മാനിലുമുള്ള ഷിഫ അൽ ജസീറ ഗ്രൂപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട വേക്കൻസികൾ: ഒന്നാമത് റിസപ്ഷനിസ്റ്റിന്റെ വേക്കൻസിയാണ്. എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത്. ഹെൽത്ത് കെയറിൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളും അതുപോലെ തന്നെ റിസപ്ഷൻ വർക്കുകളും സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ലാംഗ്വേജുകളാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത്. അടുത്ത വേക്കൻസി ഫാർമസിന്റെ വേക്കൻസിയാണ്. അതുകൂടാതെ രജിസ്റ്റേർഡ് നഴ്സിന്റെ ഓരോ വേക്കൻസിയും വന്നിട്ടുണ്ട്. DHA MOH ലൈസൻസ് ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അടുത്ത വേക്കൻസി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസിയാണ്. സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം. ഓൺ വിസ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും ഡ്യൂട്ടി വരുന്നത്. ലൊക്കേഷൻ ഷാർജയിലോ അജ്മാനിലോ ആയിരിക്കും. താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക. ഒരുപാട് കമ്പനികളിലേക്ക് CV അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട്. അതിന് കാരണം നിങ്ങളുടെ റെസ്യൂം ATS ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ്. ATS ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെ ആണെങ്കിൽ GCCയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അതൊരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടനൈസ് ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് ATS സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ATS വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂം അത്തരത്തിലുള്ള ATS ഫ്രണ്ട്ലി റെസ്യൂം അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി CVകളെല്ലാം മാറ്റിയിട്ട് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള CVകൾ മാറ്റിയിട്ട് ATS ഫോർമാറ്റുള്ള CVയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ GCCയിലുള്ള ഏകദേശം 80% കമ്പനികളിലും ATS സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു. HR ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റെസ്യൂമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ATS പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂം മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്ത് നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റെസ്യൂം തയ്യാറാക്കുന്നത്. അത്തരത്തിലുള്ള റെസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ദുബായ് അൽക്കൂസിലുള്ള ഒരു കമ്പനിയിലേക്ക് HR മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്ന വേക്കൻസിയാണത്. വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. GCC എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. പ്രധാനമായി റിക്രൂട്ട്മെന്റ്, എംപ്ലോയി റിലേഷൻസ്, പെർഫോമൻസ് മാനേജ്മെന്റ്, HR ഓപ്പറേഷൻസ്, UAE ലേബർ ലോ ഇതിലൊക്കെയുള്ള നോളജും എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. HR-ലുള്ള മാസ്റ്റർ ഡിഗ്രിയോ ആണ് ചോദിച്ചിട്ടുള്ളത്. മിനിമം 2 വർഷത്തിൽ കുറയാതെയുള്ള ഇതേ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. UAE ലേബർ ലോയെ പറ്റിയുള്ള സ്ട്രോങ് നോളജ് ഉണ്ടായിരിക്കണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ചോദിച്ചിട്ടുണ്ട്. CIPD സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക. ദുബായിലുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് കെയർ ഗ്രൂപ്പിലേക്ക് ഹോട്ടൽ ഹെൽപ്പേഴ്സിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 2 വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണത്. UAE എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർ 05057174998 എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യുക. ദുബായിലുള്ള ഒരു ഹോം കെയറിലേക്ക് ഫീമെയിൽ അസിസ്റ്റന്റ് നഴ്സിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. പീഡിയാട്രിക് ആൻഡ് അഡൽട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത്. ഓൺ വിസ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് 05074200044 എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യുക. റാസൽ ഖൈമയിലുള്ള ഒരു ഫാർമസിയിലേക്ക് ഫാർമസിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഓൺ വിസ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐഡിയിൽ ഉടൻ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക. ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈന്റായി അറിയിച്ചിട്ടുണ്ട്. ദയവായി ശ്രദ്ധിക്കുക. ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം UAE നമ്പറുകളാണ്. അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ +971 എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ്. ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് CV അയക്കേണ്ടതാണ്. ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം. താങ്ക്